നമസ്കാരം. അസഹിഷ്ണുതയുടെ ഈറ്റില്ലമായി രാജ്യം മാറുകയാണോ? ഏറ്റവും ഒടുവിൽ ആമിർ ഖാനും AR റഹ്മാനും കൂടി സംഘികളുടെ ഏർപ്പാടുകളെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു കഴിഞ്ഞു. എന്നാൽ സ്വന്തം രാജ്യത്തെ അസഹിഷ്ണുതയെ വിമർശിക്കുന്നവരെ ഒറ്റുകാരാക്കി രക്ഷപ്പെടുകയാണ് BJP-ക്കാർ. സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്ത് തടിതപ്പിയ ഒറ്റുകാരുടെ പാരമ്പര്യത്തെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അന്തമാൻ ജയിലിൽ നിന്ന് മാപ്പെഴുതി രക്ഷപ്പെട്ട വീര സവർക്കറെയും അടിയന്തരാവസ്ഥ കാലത്ത് മാപ്പെഴുതി കൊടുത്ത വാജ്പേയിയെയും ആരും മറന്നിട്ടില്ല. ഒറ്റുകാരും പിന്മുറക്കാരും നീണാൾ വാഴട്ടെ. ഇന്നത്തെ ഡെമോക്രസി തുടങ്ങുകയാണ്. എല്ലാവർക്കും സ്വാഗതം. വടി കൊടുത്ത് അടിവാങ്ങുന്ന പരിപാടികൾ വീണ്ടും സജീവമാക്കി കഴിഞ്ഞു വെള്ളാപ്പള്ളി നടേശൻ. തുന്നൽക്കാരൻ എന്ന നിലയിലുള്ള VS അച്യുതാനന്ദന്റെ അഭിമാനകരമായ ഭൂതകാല ജീവിതത്തെ പരിഹസിച്ചാണ് പുതിയ അടി തിരിച്ചു വാങ്ങിയിരിക്കുന്നത്. ശംഖുമുഖത്ത് എത്തുമ്പോഴേക്കും നിക്കറിട്ട നടേശനെ കാണാം എന്നതായിരുന്നല്ലോ VSന്റെ ആരോപണം. എന്നാൽ VS സ്വന്തം കുലത്തൊഴിൽ മറന്നില്ലല്ലോ എന്നും ഇക്കാലത്ത് VSന് തനിക്കുള്ള നിക്കർ തയ്ക്കാൻ കഴിയുമോ എന്നും പറഞ്ഞ് നടേശൻ തിരിച്ചടിച്ചു. ഇതെല്ലാം കേട്ട VS വീണ്ടും നടേശന്റെ ചീട്ടുകൊട്ടാരം തകർക്കാനിറങ്ങിക്കഴിഞ്ഞു. മൈക്രോ ഫിനാൻസ് തട്ടിപ്പിലൂടെ ഈഴവ സ്ത്രീകളെ കബളിപ്പിച്ചതിനെതിരെ കോടതി വഴി പോരാടാനാണത്രേ പുതിയ തീരുമാനം. അതായത് കേസ് കൊടുക്കും എന്ന് SN കോളേജുകളിലെ നിയമനക്കോഴ ആവർത്തിക്കുന്നുമുണ്ട്. VSനെ ശരിപ്പെടുത്താൻ ബുദ്ധിപൂർവ്വം നീങ്ങിയ വെള്ളാപ്പള്ളിയുടെ ഗതി ഒടുവിൽ എന്തായി? SNDPയുടെ 20 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് എൻ്റെ കൈവശമുണ്ട്. നിയമനത്തിന് വാങ്ങിച്ച കോഴയുടെ വരവ് ചെലവും അതിൽ കാണിച്ചിട്ടില്ല. ചെല്ലട്ടെ, നിക്ക്. നീ പോയിട്ടെന്താ ചെയ്യാൻ പോണത്? അത് ആളെ കറക്കി കൊണ്ടുവരുമ്പോ കണ്ടാ മതി. ഐഡിയ എന്താണെന്ന് പറഞ്ഞിട്ട് പോടാ. അതെ, വ്യക്തമായിട്ട് പ്ലാൻ എന്താണെന്ന് പറഞ്ഞിട്ട് പോയാ മതി. നീ വന്ന് പറഞ്ഞേ. ആദ്യം ഞാൻ നേരെ ചെല്ലുന്നു. അയാളുടെ ദേഹത്ത് പതുക്കെ ഒന്ന് മുട്ടിയിട്ട് അറിയാതെ പറ്റിയ പോലെ സോറി എന്ന് പറയുന്നു. ഓക്കെ. എന്നിട്ട് മുഖം ഒന്ന് ഉയർത്തി മുത്തച്ഛനല്ലേ എന്ന് ഒറ്റ ചോദ്യം. ആ ചോദ്യത്തിൽ അയാൾ വീഴുന്നു. ഇവൻ പോയാ വീഴൂ? ഞാൻ വീഴ്ത്തും. ഓക്കെ, നീ ചെല്ലു. 11,000, 600 കോടി ഈ അധ്യാപകരുമായി ബന്ധപ്പെട്ടുള്ള നിയമനത്തിലെ കോടിയും ഈ മൈക്രോ ഫൈനാൻസുമായി ബന്ധപ്പെട്ടുള്ള സ്ത്രീകൾക്ക് സഹായം എന്നുള്ളതിൻ്റെ പേരിൽ രൂപവൽക്കരിച്ച് കൊടുത്തിട്ടുള്ള അത് 5,015 കോടി. ഇതെല്ലാം കൂടി ഏതാണ്ടൊരു 11,015 കോടി രൂപയുടെ. എന്റെ അമ്മയെ നാട്ടിച്ച് ഞാൻ മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല അവരെല്ലാവരും അവര് തട്ടണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല. അതുകൊണ്ട് സോറി. നിനക്ക് ഇത്ര വലിയ കണ്ണുണ്ടല്ലോ, മത്തയ്ക്ക പോലെ. സോറി. എന്തത് സോറി? മനുഷ്യന്റെ ദേഹത്ത് വന്ന് ഇടിച്ചിട്ടാണോ സോറി പറയുന്നത്? 2 ലക്ഷത്തിൽ പരം സ്ത്രീകളെയാണ് ഈ ഇടപാട് വഴി ചതിച്ചിരിക്കുന്നത്. തിരിച്ചടവ് എന്ന് പറയുന്നിടത്ത് പട്ടപൂജ, ഒരു പൈസ അടച്ചിട്ടില്ല. അപ്പോൾ പാവപ്പെട്ട സഹോദരിമാരുടെയും അമ്മമാരുടെയും പണം വാങ്ങിയിട്ട് അവരെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടാണ് ഇയാൾ എടുത്തിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അത് സംബന്ധിച്ച് ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് വഴി ഇവരിൽ നിന്ന് കിട്ടിയ വിവരം വെച്ചുകൊണ്ട് ഒരു പുറത്തെ പ്രസ്താവന കൊടുത്തിരുന്നു. മാത്രമല്ല അത് സംബന്ധിച്ചൊരു കേസ് ഞാൻ കൊടുക്കാൻ പോവുകയാണ്. കൊലച്ചതിയാണ് ഇയാൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നാണമില്ലാത്തവൻ. അയാളെ വീഴ്ത്താൻ ഞാൻ പോയാലേ ശരിയാവുള്ളൂ, വേറെ ആരും പോകണ്ട. എന്തൊരു ബഹളമായിരുന്നു. ഇപ്പൊ എന്തായടാ? അയാളെ വീഴ്ത്തി, വഴിയെ പോയവരെയും വീഴ്ത്തി, നീയും വീണ് വയറും കയറിയപ്പോ സമാധാനമായല്ലോ. സമാധാനത്തിനൊന്നും വെള്ളാപ്പള്ളിക്ക് ഒരു കുറവുമില്ല. ഓരോ ദിവസവും നാലുപാട് നിന്നും സമാധാനം വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇനിയിപ്പോൾ VS കോടതിയിലേക്കൊക്കെ പോയി അതുവഴിയും കുറച്ച് സമാധാനം കിട്ടും. എന്നാലും ഈ VSന് എന്തിൻ്റെ കേടാണ്? വെള്ളാപ്പള്ളിക്ക് VSനോട് കണക്ക് പറയേണ്ട ബാധ്യതയുണ്ടോ? ബോർഡ് യോഗത്തിൽ ഡയറക്ടർമാർക്ക് മുമ്പാകെ ആവശ്യത്തിന് കണക്ക് ബോധിപ്പിക്കുന്നുമുണ്ട്. ആ ബോർഡിനെക്കുറിച്ച് VSന് എന്തറിയാം? ബോർഡിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കാത്തത് എന്ത്? ബോർഡ് എങ്ങനെയാണെന്നുള്ളത് അന്വേഷിച്ചപ്പോഴാണ് ഈ ബോർഡിലെ അംഗങ്ങൾ ഓരോ ലക്ഷം രൂപ അടച്ചിട്ടുള്ള സ്ഥിര മെമ്പർമാരാണ്. ആരാണ് ആ മെമ്പർമാർ? വെള്ളാപ്പള്ളി നടേശൻ്റെ അമ്മായിയച്ഛനും അമ്മായിയമ്മയും. വെള്ളാപ്പള്ളി നടേശൻ്റെ മകളുടെ ഭർത്താവിൻ്റെ അമ്മായിയച്ഛനും അമ്മായിയമ്മയും.
ഇങ്ങനെ ബന്ധുക്കളായിട്ടുള്ള ആളുകളെ മുഴുവൻ ചേർത്തുകൊണ്ട് ബോർഡുണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഓരോ വർഷവും ഇത് സംബന്ധിച്ചുള്ള അക്കൗണ്ട് അവതരിപ്പിക്കുമ്പോൾ വായന തുടങ്ങുമ്പോൾ തന്നെ ആളുകൾ കൈയടിക്കുകയാണ്. ഞങ്ങൾക്ക് മനസ്സിലായി അങ്ങ് എല്ലാം സത്യസന്ധമായിട്ടേ ചെയ്യുള്ളൂ എന്ന്. VSന്റെ ആക്രമണത്തിൽ മനംനൊന്ത് മുന്നേറുന്ന സമത്വ മുന്നേറ്റ യാത്രയിൽ ഒറ്റപ്പെട്ട ഗദ്ഗതമായി കഴിഞ്ഞു വെള്ളാപ്പള്ളി. എന്നാൽ ആക്രമണമൊന്നും ഏൽക്കാതെ തന്നെ ഗദ്ഗതത്തിലായ മറ്റൊരാളുടെ വേദന കാണാതെ പോകരുത്. സാക്ഷാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വേദന. സാമ്പത്തിക പ്രതിസന്ധി, ബസ് അപകടങ്ങൾ, അപകട മരണങ്ങൾ, ഇങ്ങനെ പലവിധ പ്രശ്നങ്ങളിൽ വീർപ്പുമുട്ടുകയാണ് തിരുവഞ്ചൂരിന്റെ സ്വന്തം ആനവണ്ടി. അപകടങ്ങൾ ഉൾപ്പെടെയുള്ള പലതരം പ്രതിസന്ധികൾക്ക് കാരണമെന്താണ്? KSRTCയുടെ കാസർകോട്ടെ ധീരയോദ്ധാക്കൾ കാര്യമന്വേഷിച്ചു. ഉത്തരം കണ്ടെത്തുകയും ചെയ്തു. ആനവണ്ടിക്ക് ആകെ പ്രേതബാധയുണ്ടായത്രേ. അങ്ങനെ പ്രേതബാധ ഒഴിപ്പിക്കാൻ ഗംഭീരമായ ഒരു പൂജ തന്നെ സംഘടിപ്പിച്ചു. അതാകുമ്പോൾ നേരാം വണ്ണം വണ്ടി ഓടിപ്പിക്കാനോ നല്ല വണ്ടി കണ്ടെത്താനോ നല്ല നിലയിൽ നടത്തിക്കൊണ്ടുപോകാനോ ഒന്നും മെനക്കെടേണ്ടല്ലോ. പ്രേതബാധ ഒഴിപ്പിക്കാൻ പൂജ നടത്തിയാൽ സകല അപകടങ്ങളും അവസാനിക്കുമത്രേ. ആനവണ്ടിക്ക് വേണ്ടി അങ്ങനെയാണ് തിരുവഞ്ചൂരിന്റെ വകുപ്പ് പൂജ നടത്തിയത്. അവിടെ ഇരിക്കുക. ഈ തുള്ളല് കഴിഞ്ഞാ ഈ ഇരിക്കുന്ന 3 തേങ്ങ എടുത്തോണ്ട് പോയി ആരും കാണാതെ അവന്റെ ദേഹത്തെറിയ. പരാക്രമ ഗുണാൻ വൈരിക്ഷയ പ്രത്യർത്ഥി. ഇനി തലസ്ഥാനത്ത് ആനവണ്ടിയുടെ ആസ്ഥാനത്തും ആ സെക്രട്ടേറിയറ്റിലും വേണ്ടി വന്നാൽ എതിർവിധികൾ നിരന്തരം ഉന്നയിക്കുന്ന കോടതികളുടെ മുന്നിലുമൊക്കെ ഇമാതിരി മന്ത്രവാദവും പൂജകളുമൊക്കെ നടത്തിയാൽ എല്ലാം എളുപ്പമാകും. എന്തായാലും ഉമ്മൻചാണ്ടിക്കും ചെന്നിത്തലയ്ക്കുമെല്ലാം നല്ല ആശങ്കയുണ്ട്. ചെറുതായൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു വിട്ടതാണ് തിരുവഞ്ചൂരിനെ. ഇതിപ്പോൾ ആകെ ഗുലുമാലായി. ഭക്തിമൂത്ത് പ്രാന്തായ അവസ്ഥ. ഇത് എന്നോടുള്ളൊരു വെല്ലുവിളിയായിട്ട് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ അങ്ങനെ, അവന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാലോ നമ്മുടെ ഉപദേശം അവൻ ശിരസാ വഹിച്ചു. കുറ്റം പറയാനൊക്കോ? പനിയും ജലദോഷമാണെങ്കിൽ മരുന്നുണ്ട്, ക്യാൻസർ ആണെങ്കിൽ ആ ഭാഗം അങ്ങോട്ട് മുറിച്ചു മാറ്റാം. ഇതിപ്പോ വിജയ വെറുതെ ആളുകളെ കൊണ്ട് ചിരിപ്പിക്കല്ലേ. ആളുകൾ എന്തിനാ ചിരിക്കുന്നത്? പിന്നെ ചിരിക്കാതെ പെട്ടെന്ന് ഒരു ദിവസം ഒരുത്ത മുറി അടച്ചിട്ട് മണി മുട്ടി പ്രാർത്ഥന തുടങ്ങിയ ആളുകൾ ചിരിക്കാണ്ടിരിക്കോ? എന്റെ ഉള്ളിലെ നിർവൃതി ആളുകൾ അറിയുന്നില്ലല്ലോ. എന്റെ ഉള്ളിലെ ഭഗവത് ദീപത്തിന് തിരികൊളുത്തിയത് നിങ്ങൾ രണ്ടുപേരും ചേർന്നാണ്. ആ നിങ്ങൾ തന്നെ അത് അണച്ചു കളയാൻ പറയല്ലേ. എന്തായാലും ഇത് ഞങ്ങൾ സമ്മതിച്ചില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനൊരു മുഴു ഭക്തനായി, പക്ഷെ ഒരു മുഴു കുടിയനായതുപോലെ നിങ്ങളുടെ പെരുമാറ്റം. എന്തും മതിയമായ കുഴപ്പം തന്നെയാ. നടയടക്കുന്നതിന് മുമ്പ് എനിക്ക് ക്ഷേത്രത്തിലെത്തണം. തിരുവഞ്ചൂരിന്റെ ഈ ആത്മീയ വഴി സ്വീകരിക്കാൻ ഒരുങ്ങി നടക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബും. ചില മാധ്യമപ്രവർത്തകർക്കെതിരെ ഒരു ശത്രുസംഹാര പൂജ തന്നെ വേണ്ടിവരുമത്രേ. നാട്ടിൽ എന്തു സംഭവിച്ചാലും ഉടനെ റബ്ബിന്റെ മേക്കിട്ട് കയറുക എന്നത് ഒരു പതിവായിട്ടുണ്ട്. ഇരിപ്പിട വിവാദം മാത്രമല്ല, ചിലരിതാ സ്കൂളിൽ പാഠപുസ്തകമില്ല എന്നും പറഞ്ഞ് വീണ്ടും വന്നിരിക്കുന്നു. എന്തു ചെയ്യാം? കുട്ടികളെയും ഹെഡ് മിസ്ട്രസിനെയും കൂട്ടിയാണ് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്നത്. അതിന് എന്താണൊരു പരിഹാരം? ആലോചിച്ചു നോക്കി. ഉടൻ തീരുമാനവും എടുത്തു. ഹെഡ് മിസ്ട്രസിനെതിരെ നടപടിയെടുക്കുക. അല്ല പിന്നെ ഹെഡ് മിസ്ട്രസ് പൂർണ്ണമായ രീതിയിൽ അവിടെ രാഷ്ട്രീയം കളിച്ചു എന്നുള്ളതാണ്. ഗവൺമെൻറ്റിനെ ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടി കരുതി കൂട്ടി തന്നെ ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കുറച്ച് കുട്ടികളെ പറഞ്ഞ് പഠിപ്പിച്ചതുപോലെ അവരും വന്ന് നിന്ന് ക്ലാസ് കിട്ടിയില്ല, കുട്ടികൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്താണ് പഠിച്ചത് എന്നൊക്കെയുള്ള രീതിയിലുള്ള കമന്റ്സ് അതിൽ വന്നു. വൃത്തികെട്ട ഇന്ത്യൻ വേർപ്പിന്റെ നാറ്റം എന്റെ പുറത്തു വെച്ച് തേച്ച് എന്നെ അപമാനിക്കുന്നുവോ? മാഫി മുഷ്കിൽ, എന്തൊരു മുഷ്കിൽ വേണം. അപ്പം അതുകൊണ്ട് ഇന്ന് കിട്ടിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കർശനമായ നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കുന്നതാണ്. അതിന് DPIയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പണ്ട് വിശപ്പെടുക്കാൻ വേണ്ടിയിട്ട് 2 ഉണ്ടംപൊരി ഒരു പാലും വെള്ളവും കടമായിട്ട് ചോദിച്ചപ്പോ മുണ്ടുപൊക്കി കാണിച്ചവനാണ് നീ. ആൽഗുൾത്ത് ഗറാമി, നീ കാശ് എന്താണെന്ന് കണ്ടിട്ടുണ്ടാ.
നിങ്ങൾ അങ്ങനെ വാദിക്കേണ്ട കാര്യമില്ല. ഇവിടെ കരുതി കൂട്ടി ഗവൺമെന്റിനെയും പാഠപുസ്തക വിതരണത്തിലുള്ള കാര്യങ്ങളെയും ചെറുതാക്കി കാണിക്കാനും തെറ്റായി ചിത്രീകരിക്കാനുമാണ് ചാനൽ അത് ചെയ്തിട്ടുള്ളത്. അത് 100% ഉറപ്പാണ്. അതെ, റിപ്പോർട്ട് ചെയ്യുന്ന എപ്പോഴാണ് ചെയ്യേണ്ടത്? ജൂലൈയിൽ കിട്ടാത്ത പുസ്തകത്തിന് നവംബറിലല്ല ചെയ്യേണ്ടത്. നിങ്ങളോട് നേരിട്ടുള്ള വാദപ്രതിവാദം ഞാനിവിടെ അതല്ല, അനാവശ്യമായ വിവാദമാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. ഇതിലെന്താണ് ആവശ്യമുള്ളത്? നിങ്ങൾ പറയൂ. ഒരു എവിടെയും ഇന്റന്റ് ചെയ്യാതെ പുസ്തകം കിട്ടിയിട്ടില്ല എന്ന് ഹെഡ്മിസ്ട്രസ് പറഞ്ഞാൽ അവർ റെസ്പോൺസിബിൾ ആണോ? രക്ഷിതാക്കളല്ല ഇതിൽ വന്നത്. പാല് വിൽക്കുന്ന ഷെയ്ഖുമാർ പോലും എന്നോട് ഇമാതിരി പെരുമാറിയിട്ടില്ല. നിങ്ങളല്ലല്ലോ അവിടെ പോയത്. അല്ല, ഞാൻ പറയുന്നത് രക്ഷിതാക്കളല്ല. രക്ഷിതാക്കൾ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാം. അവിടെ ഇത് പറയുന്നത് കുട്ടികളെ കൊണ്ട് പറയിക്കുന്നു, ഹെഡ്മിസ്ട്രസ് പറയുന്നു. രക്ഷിതാക്കളെ ഞാൻ കുറ്റപ്പെടുത്തിയില്ലല്ലോ. രക്ഷിതാക്കളെ പറ്റി ഒരു അക്ഷരം ഞാൻ പറഞ്ഞില്ലല്ലോ. കുട്ടികൾ നുണ പറഞ്ഞതാണോ ഹെഡ്മിസ്ട്രസ് നുണ പറയാൻ പഠിപ്പിച്ചതാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. എല്ലാവരും എന്നെ ബഹുമാന സൂചനാർത്ഥം അൽ കമലാസൻ എന്നാണ് വിളിക്കാറ്. ഈ അൽപ്പൻ എന്നുള്ളതിന്റെ അല്ലാണോ ഞാൻ പറഞ്ഞത്? ഹെഡ്മിസ്ട്രസ് പറഞ്ഞിട്ടുള്ള കാര്യം 100% അവരുടെ ഔദ്യോഗിക പദവിക്ക് നിരക്കാത്തതാണ്. ഞാൻ പണ്ട് കടവും കടത്തിണ്ടയുമായിട്ട് കരയിൽ കറങ്ങി നടന്ന പഴയ കമലാസനല്ല, സ്വന്തം കണ്ണ് തന്നെ തള്ളിപ്പോയ പുതിയ കമലാസനൻ, അൽ കമലാസനൻ. അതാണ് അബ്ദുറബിനെ അപകീർത്തിപ്പെടുത്താൻ ഇനി കുട്ടികൾക്ക് പാഠപുസ്തകം കിട്ടിയില്ല, ഉച്ചക്കഞ്ഞി കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും വന്നാൽ അപ്പോൾ തന്നെ സസ്പെൻഡ് ചെയ്ത് കളയും. അധ്യാപകർ മാത്രമല്ല, വിദ്യാർത്ഥികളും സൂക്ഷിച്ചോളുക. പക്ഷേ മാധ്യമങ്ങൾ ഇനിയും റിപ്പോർട്ട് ചെയ്യുമെന്നാണല്ലോ പറയുന്നത്. എന്തു ചെയ്യും അപ്പോൾ? അത് വിരോധമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ അജണ്ട ഉണ്ടാവും, നിങ്ങൾ നടത്തിക്കോ. അതിനൊന്നും ഒരു വിരോധമില്ല. പക്ഷേ 10 പ്രാവശ്യം കളവ് പറഞ്ഞാൽ അത് സത്യമാക്കാന്നുള്ള ഗീബൽസിന്റെ സിദ്ധാന്തം നിങ്ങൾ എടുത്തിട്ട് യാതൊരു കാര്യമില്ല. അതൊന്നും ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല. എല്ലാ ഉദ്യോഗസ്ഥന്മാരെല്ലാ സമയത്തും അല്ലല്ല. ഇത് വാസ്തവത്തിൽ നിങ്ങൾ ചെയ്യേണ്ടതല്ല. നിങ്ങൾ ചെയ്യേണ്ടത് പിന്നെ ഈ ചാനലിലെ കുട്ടികളെയും അഡ്മിനിസ്ട്രേഷനെ നിർത്തി ഫോട്ടോ എടുക്കലല്ല. ഈ പറഞ്ഞ മാതിരി DPI നിങ്ങൾക്ക് വിളിക്കാം, എന്നെ വിളിക്കാം, എൻ്റെ ഓഫീസിലുള്ള. അല്ല, DPI മാത്രമല്ലല്ലോ ഡിപ്പാർട്ട്മെന്റിൽ. DPIന്റെ മേലുള്ള ഉദ്യോഗസ്ഥനാണ് അവിടെ ഇരിക്കുന്നത്. അതേ അവിടെ ഇരിക്കുന്നുണ്ട്. പോരാത്തതിന് KBPS ആണ് പുസ്തകത്തിന് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്. അതിന് MD ഉണ്ട്, ചെയർമാൻ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അവരെന്നെ പത്രത്തിൽ കൊടുത്തു, പുസ്തകം കിട്ടിയിട്ടില്ലെങ്കിൽ അറിയിക്കണമെന്ന് പറഞ്ഞു കൊടുത്തു. അവിടെ ഒന്നും ഈ അഡ്മിനിസ്ട്രേഷൻ കൊടുത്തില്ല. അപ്പൊ അവർക്ക് അവരുടേതായ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് അത് കാണിക്കുന്നത്. അതേ ഞാൻ പറഞ്ഞുള്ളൂ. ഏത് പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക താല്പര്യമുണ്ടെന്ന് പറയുന്നത്? ഇതുകൊണ്ട് തന്നെ അവർ 100% കളവ് പറഞ്ഞുകൊണ്ട് അതെ അവരെ മൊഴിയൊക്കെ പോയി എടുത്തിട്ടുണ്ട്. അവരെ മൊഴിയൊക്കെ എടുത്തിട്ട് DPI തന്നിട്ടുള്ള റിപ്പോർട്ടാണ് എന്റെ കയ്യിലുള്ളത്. അതെ, അതിപ്പോ നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നോക്കിക്കോ, അല്ലെങ്കിൽ വിവരാവകാശം വെച്ച് കൊടുത്തോ. അതിനർത്ഥം ഞാൻ പറയുന്നത് ഇത് DPI തന്നിട്ടുള്ള റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് ആ കംപ്ലൈന്റ് 100% കളവാണ്, ആ ടീച്ചറെ പേരിൽ നടപടി എടുക്കുന്നത്. അത് എടുത്തിരിക്കും. കോടതിയിൽ വാദിക്കുന്ന മാതിരി എന്നോട് വാദിക്കണ്ട. പുസ്തകം കിട്ടാതിരിക്കുമ്പോൾ ഇനിയും നമ്മൾ റിപ്പോർട്ട് ചെയ്യും. ഇന്ന് എവിടെയും കിട്ടിയില്ലെങ്കിൽ ഇന്നും റിപ്പോർട്ട് ചെയ്യും. അതന്നെയാണ് നമ്മളെ പണി. അതല്ലേ അങ്ങനെ അങ്ങ് ആരും കൊച്ചാക്കാനൊന്നും വിചാരിക്കും. വേറെ ആളെ നോക്കാനൊക്കെ ഉമ്മൻചാണ്ടിക്കിനി എവിടെ നേരം? മാണിയുടെ പകരക്കാരനെ ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെയല്ലേ അബ്ദുറബ്. ഉടൻ തന്നെ തിരുവഞ്ചൂരിനെ വിളിച്ച് ഒരു ശത്രുസംഹാര പൂജ നടത്തിയാൽ രക്ഷപ്പെടാം. എന്തായാലും മാണി തിരുവഞ്ചൂരിനെ വിളിച്ചു കഴിഞ്ഞു, KSRTCയിലേതുപോലെ ഒരു പൂജ നടത്താൻ. കാരണം മന്ത്രി കസേര ഒഴിഞ്ഞതോടെ ആകപ്പാടെ ഇരിക്കപ്പുറതിയില്ലാതായി. തൽക്കാലം സ്വീകരണങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടുകയാണ്. അതൊരിടവേള കഴിഞ്ഞ്.